വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി വീഡിയോ ആണ്. മൈ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി സ്റ്റോറി വീഡിയോ ആണ്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് 2021 ജനുവരി ലാസ്റ്റാണ് നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത്. ഫെബ്രുവരിയിലാണ് ഞാൻ എൻ്റെ പ്രസവം ആയിരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലായിരുന്നു. വിനീത് ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ ഇപ്പം ഇല്ല, മാറിയ ആൾ. ഇപ്പോൾ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയായിരിക്കും. വിനീത ഡോക്ടർ നല്ല ഡോക്ടറിനായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ആളുടെ വീട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കാണിച്ചപ്പോൾ ആൾ വയറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു കുട്ടി ബ്രീച്ച് പൊസിഷനിലാണ്, തിരിഞ്ഞ് വന്നിട്ടില്ല, ഹെഡ് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഫെബ്രുവരി 15 ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. തിരിഞ്ഞ് വന്നില്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് 25 നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നിട്ട് ബ്രിഡ്ജ് പൊസിഷനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് നിന്ന് രാത്രി കിടന്ന് ഉറങ്ങി. പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റി, യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കട്ടിലുമ്പോൾ നേരിട്ട് വഴിക്കാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട്. അപ്പോൾ എനിക്ക് ആകെ ഡൗട്ടായി കഴിയുമ്പോൾ ഞാൻ എന്തത് കൺട്രോൾ ചെയ്യാത്തതൊക്കെ നിലത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിലത്തേക്ക് പോയി എൻ്റെ ഹസ്ബൻഡ് താഴത്തോട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന് എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ട് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മയും പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വെള്ളം പോയപ്പോൾ ഞാൻ വേഗം ബാത്റൂമിൽ പോയി വരുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ എല്ലാവരുടെ അടുത്ത് എല്ലാവരും അറിയിച്ചിട്ട് എല്ലാവരും യാത്രാവലും പല്ല് തേക്കലും സാധനങ്ങൾ എടുത്ത് വെക്കലും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മാമ്മേൻ്റെ വീട്ടിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു എങ്ങാനും നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വല്ല വയ്യായി വരാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഫയൽ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് എല്ലാവരും പറഞ്ഞത് വെള്ളപ്പൊക്കമാണ്, പ്രസവം ആവാറായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഒരു 5-5:30 6 മണിയോട് കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ എന്നോട് എല്ലാവരും യാത്രയായി കാറിലാണ് പോയത്. അപ്പോൾ നമ്മൾ വേഗം എത്തി. എന്നിട്ട് ഞങ്ങൾ ഫെബ്രുവരി 12 കല്യാണമായിരുന്നു. 13 രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഒരു 6 മണിയോട് കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഹോസ്പിറ്റലിൽ പുലർച്ചെ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് അധികം ഉണ്ടാവില്ല. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുള്ള ഡ്യൂട്ടിക്ക്. അപ്പോൾ അന്നൊരു രമേശ് ഡോക്ടറായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ പോയി ഡോക്ടറെ എൻ്റെ PV ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യത്തെ PV ആയിരുന്നിട്ട് അത്. ആ PV ചെയ്തപ്പോൾ എനിക്ക് വല്ലാണ്ട് വേദന എടുത്തില്ല. ആദ്യം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുമ്പോഴാണ് നമ്മൾ ബലം പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദന കൂടും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ബലം പിടിക്കല്ലേ, കൂളായി റിലാക്സ് ആയിട്ടിരിക്കുക, ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ PV ചെയ്യാൻ. അപ്പോൾ അങ്ങനെ PV ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ തല ഇറങ്ങി വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പ്രസവം ഇന്ന് തന്നെ ആവും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു മറ്റേ ഡോക്ടർ പറഞ്ഞു നീയുടെ തല ബ്രീച്ച് പൊസിഷനിലാണ്. അപ്പോൾ ഡോക്ടർ ഒന്നും കൂടി PV ചെയ്ത് നോക്കി. ഡോക്ടർ നല്ല താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7 മണി 7:30 ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അവിടെ ഒബ്സർവേഷനിലേക്ക് കിടന്നു. ഒരു 8 മണിയോട് കൂടി എനിക്ക് ബ്ലീഡിങ് വന്നപ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു നമുക്ക് ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. അതിന് മുന്നേ നമുക്ക് നമ്മുടെ വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു, ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ അപ്പുറത്തെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി. 3 സെക്ഷനായിട്ടാണ് ജില്ലാ ഹോസ്പിറ്റൽ. ഏത് ഹോസ്പിറ്റലായാലും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെ എന്നെ ഒബ്സർവേഷനിൽ നിന്ന് മാറ്റി 2ാമത്തെ സെക്ഷനിലേക്ക് കയറ്റി. അപ്പോൾ എന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് ഒരു 9:30 വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടർ എന്നോട് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. വന്ന വഴിക്ക് അവിടെ ചാരുകസേരയൊക്കെ ഉണ്ട്. അവിടെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു.
ഉറങ്ങാൻ ചിലപ്പോൾ പതുക്കല്ലേ വേദന വന്നു തുടങ്ങുള്ളൂ. വേദന വരുമ്പോൾ കണ്ണു തുറക്കുക, പിന്നെയും കിടന്നുറങ്ങാം. അപ്പം എൻ്റെ അമ്മയ്ക്കാകെ ഭയങ്കര ടെൻഷൻ അടിച്ച് പുറത്തേക്കുക, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപർണേനെങ്കിൽ ഉറക്കത്തിന് ഏനിപ്പിച്ചിട്ട് എനിക്ക് പ്രസവിപ്പിക്കണം, നല്ല ഉറക്കമാണല്ലോ എന്നാണ് അമ്മോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വല്ല കഴിക്കണമെങ്കിൽ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, കാരണം നമുക്ക് വേദന വരുമ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല. ഒന്നാമത്തത് 4 മണിക്ക് കഴിഞ്ഞിട്ട് തന്നെ ഒരു ക്ഷീണമുണ്ട്. അപ്പം നല്ല ഉറക്കം. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു ഞാൻ പോവാണ്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ നമുക്ക് ആദ്യത്തെ പ്രസവം നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റോട് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഞാനിന്ന് പ്രസവിക്കുമോ? ഡോക്ടർ പറഞ്ഞു നീ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ ചിന്തനെ ഉച്ചയോടുകൂടി പ്രസവിക്കും, നിനക്ക് ടെൻഷൻ വരാൻ ചെന്ന് പ്രസവിക്കാൻ രാത്രി ഒന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചെന്തേ നീ ടെൻഷൻ അടിക്കുമ്പോൾ നിൻ്റെ ഹോർമോണൊക്കെ നമുക്ക് നോർമൽ ഡെലിവറി ആക്കാൻ സാധിക്കില്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരുന്നാലാണ് വേഗം പ്രസവം നടക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. ഒന്നാമത്തെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നേ ഇല്ല, അതാണ് ഒന്നാമത്തെ സത്യം. എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പോയി, വേറൊരു ഡോക്ടർ വന്നു, സുസ്മിത ഡോക്ടർ വന്നു. ഡോക്ടർ നല്ല ഒരു 2-3 പേഷ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേദന ഇങ്ങനെ പതുക്കെ വരുമ്പോൾ കണ്ണു തുറക്കും, പിന്നെ കിടന്നുറങ്ങും, അങ്ങനെ തുടങ്ങി. പിന്നെ വേദനയുടെ അളവ് കൂടി, ഒരു 10 മണിക്ക് വേദനയുടെ അളവ് കൂടി തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മുടെ അതിൻ്റെ ഒരു ടൈം കുറഞ്ഞു തുടങ്ങി, നമ്മുടെ വേദന ഇല്ലാത്ത സമയം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് നീ കണ്ണ് തുറന്ന് ഇങ്ങനെ അയ്യോ വേദന എടുക്കണേ എന്നൊക്കെ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ചെയ്യണേ എന്നൊക്കെ. നമുക്ക് ആദ്യത്തെ വേദനയിൽ അറിയില്ല, ഓപ്പറേഷൻ ചെയ്യണം, എനിക്കിത് വേണ്ട, എനിക്ക് സുഖപ്രസവം വേണ്ട, എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഡോക്ടറിനോ മോളെ എല്ലാവർക്കും ഉള്ള വേദനയാണ്, ആയിട്ടില്ല, ഡെലിവറി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് PV ചെയ്യാൻ വരും, ഞാൻ പറഞ്ഞിട്ടാണ് വരുന്നുണ്ട്. അപ്പോൾ ആ നഴ്സുമാർ എന്നോട് മോളെ നിനക്കാണ് ഇത്ര ഇൻട്രസ്റ്റ് PV ചെയ്യാൻ, വേറെ ഒരാൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലെന്ന്. കാരണം എനിക്ക് PV ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ യൂട്രസ് വികസിച്ചൊന്നും അറിയാനാണ് ഞാൻ PV ചെയ്യാൻ പറയണം. PV ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു വിധ വേദന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ഡോക്ടർ ഇതാക്കുമ്പോൾ ചെറിയൊരു നമ്മളിങ്ങനെ ബലം പിടിക്കുന്നതിനൊരു വേദന അല്ലാണ്ട് പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ആദ്യത്തെ പ്രസവത്തിൽ ഞാൻ ഇഷ്ടം പോലെ PV ചെയ്യിപ്പിച്ചിട്ടുണ്ട് നഴ്സുമാരെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും അവിടെ ഒരു ബാത്റൂമിൽ നമുക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ നമുക്കൊരു സ്റ്റൂള് പോലെ ഉണ്ടാവും, അപ്പോൾ അവിടെ പോയിട്ട് ബാത്റൂമിൽ പോകണം. അപ്പോൾ എനിക്ക് എപ്പോഴും നമുക്കിങ്ങനെ യൂറിൻ പാസ് ചെയ്യണം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ യൂറിൻ അങ്ങനെ പാസ് ചെയ്യണം തോന്നിയൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ യൂറിൻ പോകണില്ല, നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ പോകണില്ല, ആ ഒരു അവസ്ഥയിൽ യൂറിൻ പാസ് ചെയ്യാൻ തോന്നണില്ല. അപ്പോൾ ഞാൻ മുട്ടുണ്ട് പക്ഷെ നമുക്ക് പോകണില്ല, ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ നഴ്സുമാരോട് പറഞ്ഞത് പോകണില്ല എന്ന് പറഞ്ഞ വഴിക്ക് തന്നെ അവർ അന്ന് വെച്ചാൽ നമുക്ക് ട്യൂബ് ഇടാമെന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് പോയിട്ട് ഒരു വലിയ സാധനമൊക്കെ എടുത്ത് കൊടുക്കാൻ വിടുന്നു. എൻ്റെ പിന്നെ എൻ്റെ കിളി പോയി. ഞാൻ ആലോചിച്ചത് ഈ ട്യൂബ് ഇടാണ്ടിരിക്കണ്ട. എന്നിട്ട് ഞാൻ ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈശ്വര ഒന്ന് പോണേ, കുറച്ചെങ്കിലും ഒന്ന് പോണേ, പോയി കഴിഞ്ഞാൽ അവരിടില്ലല്ലോ ഇത്. അപ്പോൾ നഴ്സുമാരോട് പറഞ്ഞു, നഴ്സുമാർ കിടക്ക് പറഞ്ഞു. ഈ കിടക്കാൻ പറ്റേ, ഒരു മിനിറ്റ് ഞാനൊന്നും കൂടെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂറിൻ പാസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കൃഷ്ണ ഗുരുവരപ്പാന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ യൂറിൻ പോയി. എൻ്റെ പൊന്നോ എനിക്കങ്ങോട്ട് വന്ന സന്തോഷം. അപ്പം എന്നിട്ട് നഴ്സുമാരൊക്കെ കൂട്ടച്ചിരി എന്ന് പറഞ്ഞാൽ കൂട്ടച്ചിരി. അപ്പോൾ അവർ എന്നിട്ട് ചിരിക്കുക, പേടിച്ചിട്ട് പോയതാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കട്ടാ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡെലിവറി എനിക്ക് ഭയങ്കര ഒരു നല്ല അനുഭവമായിരുന്നു. കാരണം നല്ല സിസ്റ്റർമാരൊക്കെ ആയിരുന്നു കേട്ടോ, എൻ്റെ അടുത്ത് വന്നിരിക്കും, എനിക്ക് വേദന വരുമ്പോൾ എൻ്റെ കൈയൊക്കെ തടവി തരും, സാരില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ നല്ല സിസ്റ്റർമാരായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കിട്ടാൻ വേണ്ടിയിട്ടും വേണം ഒരു ഭാഗ്യം വേണം. കാരണം ആ ലേബർ റൂമിലുള്ള ആൾക്കാരനുസരിച്ചിരിക്കും നമ്മുടെ ഒരു വിഷമം ഇതൊക്കെ. നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനൊക്കെ കുറയും. അപ്പോൾ എനിക്ക് അങ്ങനെ ടെൻഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട്
ഒരു 11 മണി. ഞാനെപ്പോഴും ഇങ്ങനെ കട്ടിലുമൊക്കെ എടുക്കല്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കായിരുന്നു. എനിക്ക് എടുക്കാതെ ഇഷ്ടമില്ല, ഞാനിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറയും മോളെ കെടുക്ക്. അപ്പോൾ എനിക്ക് കെടുക്കണ്ട, ഞാൻ അല്ലെങ്കിൽ ഇരുന്നാൽ മതി, എനിക്ക് വേദന വരുമ്പോൾ കിടന്ന് വേദന വന്ന് സഹിക്കാൻ പറ്റില്ല, ഞാൻ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കും. വേദന കൂടല്ലാണ്ട് കുറേയുടെ ലക്ഷണമൊന്നുമില്ല, നന്നായിട്ട് കൂടി തുടങ്ങി കേട്ടോ. അപ്പോൾ വേദന കൂടുമ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യണം തോന്നിയപ്പോൾ ഞാൻ ആ സ്റ്റൂളിലൊന്ന് ഇരുന്നു. അങ്ങനെ ഇരുന്ന വഴിക്കാണ് നമ്മുടെ ഉണ്ണി പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകണ പോലെ തോന്നി. അപ്പോൾ ഡോക്ടറെ ഉണ്ണി താഴത്തേക്ക് ഇറങ്ങി വന്നു, അയ്യോ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഈ ഒരു സമയത്തും അവരെന്നെ അവിടെ കട്ടിലുമൊക്കെ എടുത്തു, മോളെ കിടക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലോ ഈ വേദനയുടെ ഇടയിൽ കേട്ടോ. അങ്ങനെ കിടന്നിട്ട് പിന്നെ അവർ പി വി സി നോക്കിയപ്പോൾ പറഞ്ഞു 8 സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേദന അപ്പുറത്തേക്ക് മാറ്റിയ വഴിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞു അവരുടെ ഉണ്ണീരെ ഹെയർ കാണുന്നുണ്ട്, നന്നായിട്ട് പുഷ് ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ഓടിയിട്ടുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്യണതാണ്. അപ്പോൾ ഡോക്ടറിന് വായ അമർത്തി പിടിച്ചിട്ട് വയറുമ്മ നന്നായിട്ട് ബലം കൊടുത്തിട്ടൊന്ന് പുഷ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ പുഷിങ്ങിൽ വന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണെന്ന് വെച്ചാൽ അവിടെ ഫാനും കറങ്ങുന്നില്ല, പതുക്കെ ഇങ്ങനെ കറങ്ങുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ എനിക്ക് ആകെ ഉഷ്ണിച്ചിട്ടാണെന്ന് ഞാൻ ആകെ വയർത്തു. ഈ ഫാൻ എന്താ കറക്റ്റ്, ഫാനിട് എനിക്ക് അങ്ങനത്തെ ഓരോ ഇതായിരുന്നു. ഫാൻ ഇട്ടിട്ട് മോളെ എനിക്ക് ഉഷ്ണിച്ചിട്ട് വയ്യ, ഫാൻ ഇടുന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടാ. അപ്പം എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ നന്നായിട്ടൊന്ന് പുഷ് ചെയ്താൽ ഒന്നുകൂടി എന്നിട്ടും പുഷ് ചെയ്തിട്ട് വരുന്നില്ല. എനിക്ക് പുഷ് ചെയ്യണമെന്ന് ഒരു വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അമർത്തി പിടിച്ചങ്ങോട്ട് എൻ്റെ മോളൊന്ന് കാണാം, മോളല്ല എൻ്റെ ഉണ്ണീനൊന്ന് കാണാം. അപ്പോൾ ഉണ്ണിയോട് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഉണ്ണി വേഗം വായോട്ട് അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ആ ട്രിപ്പ് ഇടുമ്പോഴൊക്കെ നമ്മൾ ഉണ്ണിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളങ്ങനെ സംസാരിക്കണം ഉണ്ണിയോട്. അപ്പോൾ അമ്മയും ഒരു കുഞ്ഞായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം. അപ്പോൾ എന്നിട്ട് ഉണ്ണിയെ വേഗം വായോ എന്ന് വേണ്ട ഞാൻ നന്നായിട്ടൊന്ന് പുഷ് ചെയ്തു. അപ്പോൾ ഉണ്ണി വന്ന് ഒരു 2 സെക്കൻഡ് ഒന്നും ഉണ്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും അയ്യോ എന്ത് പറ്റി. അപ്പം അങ്ങനെ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഉണ്ണീനെ എനിക്ക് ഉമ്മ വെച്ചു, ഞാൻ ഉണ്ണീനെ ഉമ്മ വെച്ചു. എന്നിട്ട് ഉണ്ണീൻ്റെ വെയിറ്റൊക്കെ നോക്കി, ഉണ്ണിക്ക് 2940 kg ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ഉണ്ണിക്ക്. അപ്പോൾ ഉണ്ണി ഞാനൊക്കെ സുഖമായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചിമാരുണ്ട് അവിടെ, വൃത്തിയാക്കണ ചേച്ചിമാർ. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡോക്ടർ എൻ്റെ അമ്മയോട് പറഞ്ഞത് അപർണ എല്ലാവരുടെ പോലെ അല്ല, അവൾ വേഗം പ്രസവിച്ചു, ബാക്കിയുള്ളവർക്ക് പോലെ വേദന അവൾക്ക് എടുത്തിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ ക്രെഡിറ്റാണല്ലേ. അപ്പോൾ അത് ഞാൻ എൻ്റെ പ്രസവത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കാം. 100% അത് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് 2 ഡെലിവറിയിലും എൻ്റെ ഡെലിവറി 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ ഡെലിവറി കഴിയാൻ സഹായിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉടുപ്പൊക്കെ മാറ്റി ഞാൻ കൂളായിട്ട് നടന്നു പോയി. എനിക്ക് യാതൊരു വിധ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കൂളായിട്ട് നടന്ന് മറ്റൊരു റൂമിലുണ്ടായിരുന്നു ഒബ്സർവേഷനിൽ, അവിടെ കിടന്നിട്ട് 2 മണിക്കൂർ കണ്ട് യൂറിൻ പോകാണിച്ചാൽ വാടിക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാടിക്ക് മാറ്റി 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. അപ്പം മോള് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കുട്ടീനെയാണ് ഇവളുടെ ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലെന്ന് വെച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടേഴ്സൊക്കെ നല്ല ഡോക്ടറായിരുന്നു. ഇപ്പോൾ അവിടുത്തെ കാര്യമൊക്കെ അറിയില്ല, കാരണം ഈ ഡോക്ടേഴ്സൊക്കെ മാറി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അമ്മ പറയട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. Bye bye. See you. Bye.